ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജ് ഇഷ്യൂ. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഹൈ റെസൊല്യൂഷനിൽ പെട്ടതാണ്. ഇതിന് നമ്മൾ സാധാരണയായി കണ്ടെത്തുന്ന ഒരു പോംവഴി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മളൊരു ക്ലൗഡ് സ്റ്റോറേജ് വാങ്ങിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു SSD വാങ്ങിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഐഫോണിൽ നിന്നും ഡേറ്റ SSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ SSD ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തു. ഇനി അതിനുശേഷം നമ്മുടെ ഫോണിലെ ഫയൽസിലേക്ക് ചെല്ലുക. എന്നിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ലെഫ്റ്റ് സൈഡിൽ ബ്രൗസ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അവിടെ നമുക്ക് നമ്മുടെ SSD EVM SSD കാണാം. ഓക്കെ, ദെൻ നമുക്കൊന്ന് ബാക്കിലേക്ക് വരാം. ഇനി അതിനുശേഷം നമ്മൾ നമ്മളുടെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് സെലക്ട് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസോ വീഡിയോസോ സെലക്ട് ചെയ്യുക. ദെൻ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. ആ ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് മേലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സേവ് ടു ഫയൽ എന്ന് പറയുന്നത് കാണാം. ദെൻ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ബ്രൗസ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ EVM SSD എന്ന് പറയുന്ന ഫയൽ കാണാം. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മുടെ ഫോണിലെ റൈറ്റ് സൈഡിലുള്ള സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.